നീ അങ്ങോട്ടാ രാവിലെ ബാഗൊക്കെ തൂക്കി പിടിച്ച്? ഞാൻ കുറച്ചധികം ദിവസം എന്റെ വീട്ടിലൊന്ന് പോയി നിൽക്കാൻ പോവാ. കുറച്ച് ദിവസത്തേക്കോ? എന്താ കാര്യം? എന്തോ കാര്യമൊന്നുമില്ല. കാര്യമില്ല, ചുമ്മാ പോന്നോ? കാര്യം എന്തോ കൊച്ചേ? അത് പ്രസവപ്പെട്ടൻ എന്നെ തല്ലി. പ്രസവേട്ടൻ നിന്നെ തല്ലിയെന്നോ? അയ്യോ, സാധാരണ തിരിച്ചല്ലേ സംഭവിക്കുന്നത്. അല്ല അതല്ല, എനിക്ക് ഈ പെട്ടെന്ന് ഇങ്ങനെ തോന്നിയത് കൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. നിന്നെ തല്ലിയോ? എവിടെ തല്ലി? ഇവിടെ കവിളില്. ഉള്ളിലോ? ഇവിടെ തിരിഞ്ഞെ ഒരു നിറ വ്യത്യാസമോ ഒരു പാടോ ഒന്നുമില്ല. അമ്മ അത് ഞാൻ മേക്കപ്പ് ഇട്ട് മൂടിയതാ. ഇനി പാട് കണ്ടാലേ അമ്മ വിശ്വസിക്കുള്ളൂ. അല്ല അതല്ല, ഇങ്ങനെ ഈ പറഞ്ഞിട്ട് ഈ നിന്നെ തല്ലി എന്ന് കേട്ടപ്പോഴത്തെ ഒരു ഞെട്ടല്ലങ്ങ് ചോദിച്ചു പോയതാ. ആ അത് ശരി. അല്ല ഇപ്പൊ എന്താ തല്ലാനുള്ള കാരണം? അത് സുരഭി ഇവിടെ വന്നിട്ട് എന്തോ ഒപ്പിട്ടിട്ട് പോയത് ഞാൻ ആ പ്രതീക്ഷനോട് പറഞ്ഞു കൊടുത്തേന്ന് പറഞ്ഞിട്ടാ. അങ്ങനെ നീ അങ്ങനെ വല്ലതും പറഞ്ഞു കൊടുത്താ? കണ്ടോ കണ്ടോ, അമ്മയ്ക്കും ഇപ്പൊ എന്നെ സംശയല്ലേ? ഇങ്ങനെ സംശയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ എങ്ങനെ ജീവിക്കും? വലിയ പാടാ. അതുകൊണ്ട് ഞാൻ പോവാ. അത് ശരി. അപ്പൊ നീ മാത്രമേ പോന്നുള്ളോ? പിങ്കിയോ? പിങ്കിയെ ഞാൻ കൊണ്ടുപോകണില്ല. കൊണ്ടുപോയി അവിടെ പഠിപ്പ് ശരിയാവില്ല. അത് ശരി, പിങ്കിയെ കൊണ്ടുവന്നില്ല, പഠിപ്പ് ശരിയാവൂല. നീ ഒറ്റയ്ക്ക് കുറച്ചു ദിവസം വീട്ടിലോട്ട് പോന്നു. കൊള്ളാം, നല്ല ഭാര്യയും നല്ല അമ്മയും. അതങ്ങനെ അവസ്ഥയായി പോയതുകൊണ്ടാ. ആണോ? പ്രശോഭേട്ടന് എഴുന്നേറ്റ് വരുമ്പോഴേ ഈ കത്തൊന്ന് പ്രശോഭേട്ടനെ കൊടുക്കണം. ഇത് എനിക്ക് പോസ്റ്റ്മാന്റെ ജോലിയോ? പറയാനുള്ള കാര്യങ്ങൾ അവനോട് നേരിട്ട് പറഞ്ഞിട്ടങ്ങ് പോയാ പോരെ? അങ്ങനല്ലമ്മ, എന്റെ അമ്മ എന്നെ പഠിപ്പിച്ചേക്കുന്നത് എത്ര ശത്രുവാണെന്നുണ്ടെങ്കിലും ഉറക്കത്തുനിന്ന് വിളിക്കരുതെന്ന. അയ്യോ, ആ പഠിപ്പീരിന്റെ പ്രശ്നം ഇപ്പൊ ഈ കാണുന്നതൊക്കെ. അമ്മ ഇത് കൊടുക്കണം. എന്നാ ഞാൻ പോട്ടെ അമ്മ. ഓ ശരി. ഐ വിൽ മിസ് യു. എന്താ? ഐ മിസ് യു. അയ്യോ ശരി. മുത്തണ്ണ, ഞാൻ എന്റെ വീട് വരെ ഒന്ന് പോവാ. ഞാനില്ലാത്ത കുറവ് അമ്മയ്ക്ക് വരുത്തരുത്. നീ കുഞ്ഞിവിടെ കിടന്ന് മലമറിക്കല്ലേ വീട്ടിലെ? എന്ത് പോണത് സൂക്ഷിച്ച് പോണേന്ന് പറഞ്ഞതാ. ഞാൻ പോട്ടെ. ഓ പോയിട്ടോ അമ്മ. അയ്യോ അഗൈൻ ഐ മിസ് യു. അയ്യോ പിന്നെ എവിടെ പോണത്? എനിക്കറിയാൻ വയ്യ. പ്രശോഭ അവളെ തല്ലിയെന്നോ, അതുകൊണ്ട് അവൻ അവിടെ വില മനസ്സിലാക്കുന്നിടം വരെ അവൾ എങ്ങാണ്ട് പോയി നിൽക്കാൻ പോകുന്നു. പ്രശോഭ അവളെ തല്ലിയെന്ന്. അതാണ് ഫസ്റ്റ്. അപ്പൊ ഇന്ന് ലോകം അവസാനിക്കും. ഞാനും അത് തന്നെയാടാ പറയാൻ. പിന്നെ കൊച്ചമ്മ, ഓ 2 ദിവസം കൊണ്ട് ഭയങ്കര ശബ്ദം. എവിടെ? അതാണ് ഞാൻ 2 ദിവസം കൊണ്ട് നല്ല രീതിയിൽ നോക്കിയപ്പോഴാണ് മനസ്സിലായത്. നമ്മളെ ഇവിടത്തെ എല്ലാ ഷെൽഫിലും നല്ല പാറ്റയും എലിയും ഒക്കെ ഉണ്ട് കൊച്ചമ്മ. പാറ്റേ എലി ഉറുമ്പും ഒക്കെ ഈ വീട് മൊത്തം ഉണ്ട്. അതിപ്പോ ഷെൽഫിൽ മാത്രമൊന്നും അല്ല. നീ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാം, അപ്പൊ ഇതിനകത്ത് കുറയും. അല്ല, നമുക്ക് ഇവിടെ വൃത്തിയാക്കണമല്ലോ, അതല്ലേ പ്രധാനം. എന്തോന്നാ ഈ പറയുന്നത്? നിനക്കിപ്പോ എന്തോ അതിനകത്ത് പ്രശ്നം? എന്തോന്ന് പാറ്റ ഇരിക്കുന്നത് അവിടെ? എന്റെ കുഞ്ഞിന്റെ പാസ്പോർട്ട്. നീ എന്തോന്ന് പുറത്തെ പാസ്റ്റ എന്ന് പറഞ്ഞ സംഗതി വേറെയാ. ഈ പാറ്റയോ പാസ്റ്റയോ ഏത് പറഞ്ഞേ? നീ ആദ്യം അത് പറയാൻ പഠിക്കും. പാസ്റ്റ അല്ല, പാറ്റ. പണ്ട് തൊട്ടേ എനിക്ക് ഈ പാറ്റയുടെ പേര് പറയാം പാസ്റ്റാന്നേ. അയ്യോടാ, നിന്റെയൊക്കെ നാട്ടിൽ അങ്ങനെ ആയിരിക്കും. എന്ത് നിങ്ങൾക്ക് പാസ്റ്റാന്നേ പറയുള്ള? അതല്ല, ചുമ്മാ ഇരിക്കൂ. ലക്ഷ്മിയെ കണ്ടോ? ലക്ഷ്മിയെ കണ്ടോ? അത് തന്നെ ഞാനും ചോദിക്കായിരുന്നത്. എന്താ പ്രശ്നം? നീ അവളെ തല്ലി, അതുകൊണ്ട് അവള് പോന്നു. നീ ഒന്ന് മനസ്സിലാക്കട്ടെ. ഞാൻ അവളെ തല്ലിന്നാ? അമ്മയ്ക്ക് തോന്നണുണ്ടോ? അല്ല, അത് ഞങ്ങൾക്ക് കേട്ടപ്പോ ഒരു ഞെട്ടലായിരുന്നു. പക്ഷേ കള്ളോ അമ്മ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. ഇതാണ്ടേ ഒരു പുരാണം എഴുതി തന്നിട്ടുണ്ട് നിന്റെ അടുത്ത് തരാനായിട്ട്. നീ വായിച്ചു നോക്ക എന്താന്ന് വെച്ചാ. കൊച്ചമ്മ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, അതിനുള്ള നട്ടലൊന്നും നമ്മളെ പ്രശോഭവും ചെയ്തില്ല. ഞാൻ എന്ത് ചെയ്യൂന്ന് പറ. ഞാനും ഞെട്ടിപ്പോയി. വായിച്ചിട്ട് എന്താണെന്ന് പറയണേ. അതെ, ആരെ തല്ലിയതെന്ന് അറിഞ്ഞാൽ കൊള്ളാം. കൊച്ചമ്മ, ഈ അലമാര പരിശോധിക്ക. അലമാര അല്ല, നമുക്കേ അത് ഒന്ന് വൃത്തിയാക്കണം കൊച്ചമ്മ. എന്താ നിന്റെ ഉദ്ദേശം? എന്താണ്? എന്താ?
അല്ല ഈ വൃത്തിയാക്കൽ എന്ന് പറഞ്ഞിട്ട് എടാ ഇതിനൊക്കെ എപ്പോഴാ 100 കൂട്ടം പണികൾ വേറെ കിടക്കുകയല്ലേ. അത് കഴിഞ്ഞിട്ട് വാ, നമുക്ക് പാസ്റ്റയുടെ കാര്യമൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. പിന്നെ അപ്പൊ ഈ 100 കൂട്ടം പണി കഴിഞ്ഞിട്ട് വന്നിട്ട് ഈ പാസ്റ്റയുടെ കാര്യം നോക്കാമല്ലോ. പിന്നെന്താ, തീർച്ചയായിട്ടും നോക്കാം. എവിടൊക്കെ പാസ്റ്റ ഉണ്ടോ അതെല്ലാം നീ ഇല്ലാതാക്കിയാ മതി. പണ്ട് ഞാൻ പല്ലിക്ക് ഫല്ലി എന്നാ പറഞ്ഞോണ്ടിരുന്നത്. പല്ലി അല്ല, അറിയാൻ കവിയല്ലേ, ഭാഷ നന്നായിട്ട് ഉപയോഗിക്കുമല്ലേ. പല്ലി ഭാര്യ പാസ്റ്റ എവിടെയാണോ എന്തോ 4 അക്ഷരം പഠിച്ചത് ഭഗവാനെ. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നു. ഇന്നല്ലെങ്കിൽ നാളെ ഞാനാണ് ആ കാര്യം പ്രതീക്ഷയോട് പറഞ്ഞെന്നുള്ള സത്യം തെളിയും. അത് പിന്നെ വലിയൊരു വഴക്കായി മാറും. മാത്രമല്ല ഇവിടെയുള്ള എല്ലാവരുടെയും മുന്നിൽ ഞാനൊരു നുണച്ചിയാവും. അതെനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പോകുന്നു. എടി കള്ളി, അപ്പൊ നീ തന്നെയാണ് പറഞ്ഞതെന്നുള്ളത് നീ സമ്മതിച്ചു? അതെ, അത് ഞാൻ തന്നെ. നിങ്ങൾ അമ്മയും മോനും കൂടെ അനിയൻകുട്ടനെ പറ്റിച്ചതോ? അതെന്താ കള്ളത്തരല്ലേ? എടി, അത് ആ സിറ്റുവേഷൻ അങ്ങനെ ആയി പോയില്ലേ? കോടതി കാര്യം മാറ്റി വെക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. പിന്നെ പിങ്കി മോളെ ഞാൻ കൊണ്ടുപോകുന്നില്ല. അമ്മയുടെ വില അവളും ഭാര്യയുടെ വില നിങ്ങളും അറിയണം. അപ്പോഴേ നിങ്ങൾക്ക് എന്നെ മിസ് ചെയ്യൂ. നീ ഇവിടെ ഉള്ളതും ഇല്ലാത്തതും ഒക്കെ കണക്ക്. അല്ലെങ്കിൽ നമ്മളെ കാര്യം നമ്മൾ തന്നെയല്ലേ നോക്കണത്. എല്ലാം ഈസി ആയിരിക്കും എന്ന് വിചാരിച്ച് ചിരിക്കല്ലേ. നിങ്ങളുടെ മോളുടെ സാധനങ്ങളെല്ലാം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാനം മാറ്റി വെച്ചിട്ടുണ്ട്. അതെന്തിന്? അത് എന്റെ ഒരു സന്തോഷത്തിന്. അതൊക്കെ ഇരുന്ന സ്ഥലത്ത് തന്നെ ഇരുന്നാ നിങ്ങൾ ബുദ്ധിമുട്ടില്ലല്ലോ. ഇതാവുമ്പോ അത് തപ്പുന്ന സമയത്തെങ്കിലും എന്നെ ഓർക്കുകയും ചെയ്യും. അച്ഛാ, എന്റെ ബ്രഷും പേസ്റ്റും കാണില്ല. ഞാൻ അവിടെ മൊത്തം നോക്കി. അതാ റോയില് കാണും മോളെ, ഒന്നും കൂടെ നോക്ക്. അതല്ലേ ഞാൻ പറഞ്ഞ, അവിടെ മൊത്തം നോക്കി കാണുന്നില്ല. മോളെ, അപ്പൊ നിന്റെ അമ്മ നമുക്ക് രണ്ടുപേർക്കും നല്ല പണി തന്നിട്ടാ പോയിരിക്കണം. അയ്യോ, അങ്ങനെ പറയല്ല. എനിക്ക് സ്കൂളിൽ പോകുന്ന സമയമായി. പെട്ടെന്ന് അച്ഛാ, ടൈം ആയി. മോള് ടെൻഷൻ അടിക്കാതെ. മോളൊരു കാര്യം ചെയ്യും, മോളെ അലമാര തപ്പ്. കിട്ടി. കിട്ടി. എന്റേത് കിട്ടി. ഇനി അച്ഛൻ്റെ തപ്പിക്കോ. തപ്പിക്കോ. എടീ, നീ എപ്പോഴെങ്കിലും തിരിച്ചു വരുമല്ല, അന്ന് ഞാൻ പലിശ നേരത്ത് തരൂടി. എന്തരായി? എന്തോന്ന് ഇന്നലത്തെ സംസാരം എന്തരായെന്ന്? നീ അവന്റെ അടുക്ക മിണ്ടിയാ? അവനാ? അമ്മ ഇത്ര നാളും അവനൊന്നല്ലേ വിളിച്ചോണ്ടിരുന്നത്, മക്കളെന്നൊക്കെയല്ലേ വിളിച്ചോണ്ടിരുന്നത്. തന്നെ. ഇനി അങ്ങനത്തെ വിളികളൊക്കെ ഞാൻ നിർത്തി. അവൻ അങ്ങനെ ഒരുപാട് സ്നേഹിച്ചോണ്ടാണ് എന്റെ മോൾ അവൻ അടിച്ചത്. അമ്മ അങ്ങനത്തെ സംസാരമൊന്നും സംസാരിക്കണ്ട. എനിക്ക് ഇതേ പറ്റുള്ളൂ. എന്റെ മോളാ ഉപദ്രവിച്ചവനെ സ്നേഹിക്കാൻ എനിക്ക് പറ്റൂല. അങ്ങനെ ലോകം ഇടിഞ്ഞു വീണ കാര്യമൊന്നും നീ ചെയ്തില്ലല്ലോ. തെറ്റെന്തെങ്കിലും ചെയ്താ അത് അവൻ ആലോചിക്കാൻ പാടില്ലേ? ആ, ഞാൻ അങ്ങ് സഹിച്ചു. നീ സഹിച്ചോ, എന്റെ അടുക്കെ സഹിക്കാൻ പറയരുത്. എനിക്കത് പറ്റുമില്ല. അങ്ങനെയല്ല നിന്റെ അച്ഛനും ഞാനും നിന്നെ വളർത്തിയത്. നിന്റെ അച്ഛൻ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ, ഇപ്പൊ അവന്റെ മുഖത്ത് അതിന്റെ അടയാളം ഉണ്ടായേനെ. പതുക്കെ പറ. നീ എന്തെങ്കിലും പറഞ്ഞ ഞാൻ വീട്ടിൽ ഇറങ്ങി പോവും. അല്ലെങ്കിലും നിനക്ക് എന്റെ വായടപ്പിക്കാനാണല്ലോ ധൃതി. പ്രദേശം ചായ എടുത്തിയാ ഇതായിരിക്കുന്നു. എനിക്കിനി ആർക്കും എടുത്തു കൊടുക്കാനൊന്നും പറ്റൂല. വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോ. വല്ലത് സംഭവം തന്നെ കേട്ടാ. ആ തന്നെ. ഓ, എന്റെ മനസ്സിന്റെ വിഷമം മാറുന്നവരെ ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഉള്ളിൽ ഒരെണ്ണം വെച്ചിട്ട് അഭിനയിക്കാൻ കൊച്ചമണി പഠിച്ചിട്ടില്ല.
അണ്ണാ ചായ. അണ്ണനെ പിടിച്ച് തള്ളിയിൽ എനിക്ക് വിഷമമൊന്നുമില്ല. ഞാൻ തെറ്റ് ചെയ്തോണ്ടല്ലേ അങ്ങനെയൊക്കെ ചെയ്തത്. ഡോക്യുമെന്റ് എത്രയും പെട്ടെന്ന് കോടതിയിൽ കൊടുക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാ ഞാൻ ഒപ്പിട്ട് കൊടുത്തത്. പിന്നെ ആ മാളിന്റെ പ്രശ്നം എത്രയും പെട്ടെന്ന് തീർക്കണമെന്ന് അമ്മയ്ക്ക് ആഗ്രഹം. ആഗ്രഹം സിർവി ഈ പറഞ്ഞ ആഗ്രഹം ഉണ്ടല്ലോ, എല്ലാ മനുഷ്യർക്കും ഉണ്ട്. പിന്നെ ഈ ആഗ്രഹിച്ചിട്ട് കിട്ടാത്തവന്റെ വിഷമം ഇവിടെ ആർക്കും അറിയണ്ടല്ലോ. ഞാൻ എന്തിനാ കൂടുതൽ പറയാം? ആഗ്രഹിച്ച പെണ്ണിനെ പോലും എനിക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല. വന്നു കയറിയ പെണ്ണിനെ ഞാൻ അത്രയ്ക്കും സ്നേഹിച്ചിട്ടുണ്ട്. പക്ഷെ അതും പിന്നെ ഹോംവർക്ക് ഒക്കെ ചെയ്തല്ലോ? ചെയ്തു. ഉറപ്പാണല്ലോ? ഉറപ്പ്. ബുക്ക് എല്ലാം എടുത്തായിരുന്നോ? എടുത്തു വെച്ച്. ഇതേത് ബുക്ക്? പിന്നെ അത് ടൈം ടേബിളിൽ ഇല്ലാത്ത ബുക്കാ. ഇനി അവിടെ ചെന്നിട്ട് പറയല, ഓഫീസിലായിരിക്കും. ഇല്ല ഞാൻ എടുത്തു വെച്ചു. ഉറപ്പാണല്ലോ? ഉറപ്പ്. ടൈയായി, ID കാർഡായി, ഷൂ അവിടെ. അയ്യോ ഷൂ അമ്മ മാറ്റി വെച്ചിട്ടായിരിക്കും പോയത്. ഇപ്പോൾ എവിടെ കൊണ്ടുവച്ചത് ഭഗവാൻ? അച്ഛാ അവിടെ നോക്ക്, ഞാൻ ഇവിടെ നോക്കാം. അവിടെ മൊത്തം നോക്കണേ. അവിടെ ഇവിടെ ഇല്ല. കിട്ടി. ഇതെന്ത് കേറാത്ത? അച്ഛാ ലെഫ്റ്റ് ലെഗിൽ ഇടേണ്ട ഷൂ റൈറ്റ് ലെഗിൽ ഇട്ടാ ശരിയാവോ? എന്നാ അത് ആ ബാക്കി ഞാൻ ഇട്ടോളാം. അപ്പുറത്തെവിടെ? ഇതിട്ടോട്ടെ. പെട്ടെന്ന് സമയമില്ല. അയ്യോ കാല്. ആ കൊള്ളാം. എന്റെ മോനെ നേരെ ഒരുപാടായി, കുഞ്ഞിനെ സ്കൂളിൽ വിടണ്ടേ? അമ്മ അവൾ ഓരോ കാര്യങ്ങളും ഓരോടത്ത് വെച്ചിട്ട് പോയിരിക്കുക, അതുകൊണ്ടൊരു സ്പീഡ് കിട്ടണില്ല. ചേടാ നീ റെഡിയായില്ലേ? എനിക്ക് പോണം ഓഫീസിൽ. കുളിച്ചോ? ഇല്ല. എന്നാ നീ പോയി കുളിക്ക്, ഞാൻ ഇവിടെ റെഡിയാക്കാം. അല്ല അമ്മ ഒറ്റയ്ക്ക് എങ്ങനെ? അത് ശരി. ഇതിനെക്കാട്ടി ചെറിയായിരുന്നപ്പോഴേ അച്ഛനെയും പൊച്ചച്ഛനെയൊക്കെ കൂടെ അച്ഛമ്മ റെഡിയാക്കി ഇങ്ങോട്ട് വളാന്നൊരുത്തം വരുമ്പം അങ്ങോട്ട് വേറത്തം പോവും. എന്നിട്ട് അച്ഛമ്മ റെഡിയാക്കി സ്കൂളിലൊക്കെ പറഞ്ഞു വിട്ട് അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട ആ മക്കളെ അച്ഛമ്മ വളർത്തിയത്. ഇന്നിപ്പോ കണ്ടില്ലേ, ഒരുത്തം വന്ന് നട്ടഹാസം ചെടിച്ചട്ടിയെല്ലാം കൂടെ ചവിട്ടി പൊട്ടിക്കുന്നു. എന്തെല്ലാം കാണണം അച്ഛമ്മ. സാരില്ല അച്ഛമ്മ. അച്ഛമ്മ അതൊന്നും ആലോചിച്ച് വിഷമിക്കല്ലേ. അയ്യടാ വിഷമിക്കല്ലേ. ഇല്ല. ബാ അച്ഛമ്മ ഒരുക്ക. മോളൊരു കാര്യം ചെയ്യ്, ആ. ഇനി മോക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അച്ഛമ്മ വിളിക്ക്, അച്ഛമ്മ ഒരുക്കി തരാം കേട്ടോ. ശരി. നീ പോയി കുളിക്ക് പോനെ. ചെല്ല. ഇതൊക്കെ ഞാൻ ചെയ്തോളാന്ന് അച്ഛനോട് പറഞ്ഞതാ, പക്ഷെ അച്ഛൻ കേക്കണ്ടേ. വേണ്ട, എന്റെ മോള് കുഞ്ഞു വാവയല്ലേ. അല്ല വല്ലോ കഴിക്കണ്ടായോ? അയ്യോ അച്ഛമ്മ കഴിക്കാൻ നിന്ന ടൈം ഒരുപാടാവും. അയ്യോ അത് വേണ്ട. ഇന്ന് അച്ഛമ്മ പറയാം, അച്ഛൻ കൊണ്ട് ഡ്രോപ്പ് ചെയ്ത് സ്കൂളില് മോള് വല്ലതും കഴിച്ചിട്ട് പോ. ബാ, ശരി, അച്ഛാ. ഇരിക്ക്. ഇവിടെ അച്ഛമ്മ ചെയ്ത് തരാം. അയ്യോടാ. അച്ഛമ്മ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറഞ്ഞു. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചല്ലോ. അങ്കിളിനോടല്ല എന്നോട്. ആ, ആ, ആ. അല്ല
അങ്കിൾ എന്താ ഇവിടെ? വലിയൊരു പാറ്റ അങ്കിൾ ഓട്ടിക്കായിരുന്നു. പാറ്റയോ? ആ പാറ്റ. ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ അങ്കിൾ എടുത്തുതരാം. മോളെ പോക്കോ. നടന്നോ. അയ്യോ ഈശ്വര കൃഷ്ണ ഗുരുവായൂരപ്പ. അല്ലമ്മ മോളെവിടെ പോയി? ഞാനേ അവളോട് താഴെ ചെന്ന് വല്ലതും കഴിക്കാൻ പറഞ്ഞു. ഒന്നും കഴിച്ചിട്ടില്ലടാ. പോറായില്ലേ. ഈ പറഞ്ഞ ഒരു കാര്യം ചെയ്, ഇന്ന് നീ അവളെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യ്, താമസിക്കണ്ട. ഞാൻ അവളോട് അങ്ങനെ തന്നെ പറഞ്ഞില്ലേ. ആ അതാ ഞാൻ പറയുന്നത്. ആ അപ്പൊ പ്രതീക്ഷേ നമുക്കേ അമ്മ, പ്രതീക്ഷ അല്ല പ്രശോഭം. അയ്യോ അറിയാതെ കയറി വരുന്നതാടാ അവന്റെ പേര് മനസ്സില്. അത് അമ്മ അനിയൻകുട്ടനെ എപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കണോണ്ടാ. എങ്ങനെ വിചാരിക്കാതിരിക്കും? എന്താ അവന്റെ പരിപാടി? അവൻ എന്താ ഉദ്ദേശിക്കുന്നേ? അമ്മ അവന്റെ ബിസിനസ്സിൽ ഫോക്കസ്ഡാ. എന്തോന്ന് ബിസിനസ് ഫോക്കസ് എന്ന്? മറ്റേ പബ്ബിന്റെ പരിപാടി. ഷോ എന്റെ പൊന്നു കുഞ്ഞെ, ഈ ആണുങ്ങളും പെണ്ണുങ്ങളും കൂടെ കുടിച്ച് കൂത്താടുന്ന ബിസിനസ് അല്ലേ നീ പറയുന്നത്? നന്നായിരിക്കും. അതിനുള്ള സംവിധാനമൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുത്താലേ കൊടുക്ക നാട്ടുകാർ അവനെയും തല്ലും നമ്മളെ തല്ലും. ആ പറഞ്ഞില്ലെന്ന് വേണ്ട. അമ്മ അത് അവനും കൂടെ മനസ്സിലാക്കണ്ടേ. ഓ എനിക്കറിയത്തില്ല. നീ ഒരു കാര്യം ചെയ്, അവനെ വിളിച്ച് അവന്റെ പാസ്പോർട്ട് അങ്ങ് കൂടെ എവിടെയോ പോട്ടെ. അല്ലമ്മ അപ്പൊ അവൻ ദുബായി പോട്ടെന്നാണോ അമ്മ പറയുന്നത്? ദുബായ് എങ്കിൽ ദുബായ്. എന്റെ പൊന്നു കുഞ്ഞെ അവിടൊക്കെ ചെന്ന് അവന്റെ ജീവിതം എന്തുവാന്നൊന്ന് പഠിക്കട്ടെ. ഇതുപോലെ ചുമ്മാ വല്ലവന്റെ ബൈക്കിന്റെ പുറകെ കയറി ഊരി ചുറ്റുന്നതാണോ ജീവിതം എന്ന് പറയുന്നത്? പോയി പഠിക്കട്ടാ, പോട്ടെ, എവിടെങ്കിലും പോട്ടെ. ശരി അമ്മ, എങ്കിൽ ഞാൻ നാളെ തന്നെ അമ്മയെ ഒന്ന് കാണാൻ പറയാമെന്ന്. ഓ ശരി, അങ്ങനെ ആട്ടെ. ചേച്ചി ചേച്ചി ഇവിടെ മുടിയാ? മുടിയൊക്കെ പോയി. നീ എവിടെ ആയിരുന്നു ഇത്ര നാള്? ചേച്ചി ഞാൻ അയർലൻഡ് ഏണിക്കര അഞ്ചല്. പിന്നെ ചേച്ചിക്ക് എന്തുകൊണ്ട് വിശേഷം? അമ്പൂണ്ണ എന്താ പറയുന്നു? അപ്പൊ നിന്നെ വിളിക്കാറില്ലയോ? ഓ എന്നെ വിളിച്ചിട്ട് 1-2 മാസം കൊണ്ടായി. ചുമ്മാതല്ല, അങ്ങനെ മര്യാദയായിട്ട് അവിടെ നിന്ന് പണിയെടുക്കുന്നുണ്ട്. വളരെ സന്തോഷം. വലിയ വർത്താനം പറയല്ലേ വേണ്ടപ്പുള്ളേ. നിങ്ങളെ കാരണമാണ് അമ്പൂണ്ണ ഇങ്ങോട്ട് വരാത്തത്. ആഴ്ചയിൽ 5 മൈക്രോ ഫിനാൻസ് പോരാ തന്നെ നിങ്ങൾക്ക് ലക്ഷറി ലൈഫ്. കേൾക്കണം ചേച്ചി, ഈ ചേച്ചിക്കാണ് ലക്ഷറി ലൈഫ്. പിന്നെ ഭയങ്കര ആഡംബര ജീവിതമാ. അപ്പൊ ഒന്ന് പോയിച്ചു കൊടുത്തു. നിങ്ങൾ വലിയ കാര്യം എന്റെ അടുത്ത് നിങ്ങൾ സംസാരിക്കുന്നത് എനിക്കറിയാം. നിങ്ങൾ ഒറ്റ കാരണമാണ് അമ്പൂണ്ണ ഇങ്ങോട്ട് വരാത്തത്. എന്തോ ബഹളം ഇവിടെ? ഇല്ല സുരഭി, നമ്മൾ വെറുതെ ഞാനും ആശ ചേച്ചിയും കൂടെ നാട്ടുകാരിയൊക്കെ പറയുന്നു. പ്രതീക്ഷ അവിടെ വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയായിരുന്നല്ലോ. എവിടെ പോയെന്നെല്ലാം പറഞ്ഞോ? പറഞ്ഞില്ലേ? ഇന്നലെ മുതൽ പ്രതീക്ഷയുടെ ശത്രുവാ ഞാൻ. പിന്നെ ഇതൊന്നും മിണ്ടാറില്ല. അതൊന്നും കുഴപ്പമില്ല സുരഭി. ഇതൊക്കെ പെട്ടെന്ന് മാറുമെന്നേ. പിന്നെ സുരഭി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് സുഹാസിനി മാഡത്തിനടുത്ത് പറഞ്ഞിട്ട് അവന്റെ പാസ്പോർട്ട് തിരിച്ചു മേടിച്ചു കൊടുക്കണം. അതാണ് അവന്റെ ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം. അപ്പൊ പ്രതീക്ഷ ഗൾഫിൽ പോണെന്നാണ് പറയണത്? അങ്ങനല്ല സുരഭി കാര്യം. പ്രതീക്ഷന്റെ ആഗ്രഹം അതാണെങ്കിലേ ഒന്ന് പോയി കറങ്ങി വരട്ടെ. പിന്നെ സുരഭി ഇപ്പൊ പണ്ടത്തെ കണക്കൊന്നുമില്ല. ഗൾഫിൽ പോയാൽ നല്ല പണിയെടുക്കേണ്ടി വരും. അവിടെ പോയി പണിയെടുത്തിട്ട് അവന് മടുക്കുമ്പോ അവങ്ങി വന്നോളും അല്ലേ? ഇതെന്താ വെച്ചാറ്? മുളകച്ചാറ്. വെള്ളം താ. വെള്ളമില്ല? മുളകച്ചാറുണ്ടെങ്കിൽ വെള്ളമില്ലേ? വെള്ളം താ. ഇന്നലെ വീട്ടിൽ പോയിട്ട് എന്താ അടി? ഇന്നലെ പ്രതീക്ഷ ഇവിടെ വന്ന് എന്നെ അടിച്ച കാര്യം നീ അമ്മ അടുത്ത് പറഞ്ഞു കൊടുത്താ? അത് ചേച്ചി ചോദിച്ചപ്പോ എല്ലാം നീ പറഞ്ഞു കൊടുക്കോ? അങ്ങനെ ഇല്ലടി. നീ എന്തിനാ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത്? നീ ബേക്കറി കൊടുക്കാനുള്ള പാഴ്സൽ കൊടുത്താ? ഇപ്പൊ എടുത്തു കൊടുക്കാം. എന്നാ പോയി എടുത്തു വെച്ചാ. ആ അമ്മ, അങ്ങനെയൊക്കെ സംഭവിച്ചാ?
ഇവിടെ കുഴപ്പമൊന്നുമില്ല അമ്മ. പിന്നെ അമ്മ ഞാൻ വിളിച്ചതേ ചാഞ്ചാടിയാടി ഉറങ്ങു നീ, ചരിഞ്ഞാടിയാടി ഉറങ്ങു നീ, ആകാശത്തു ഞാൻ ആടു നീ, ആരാരി താരി ആരിരോ അമ്മ. അച്ചമ്മേട പൊന്നുമോ ആരാരോ, അച്ഛൻ്റെ ചക്കരമോ ആരാരോ. അമ്മ, ഞാന് അനിയൻകുട്ടനെ വിളിച്ചായിരുന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവൻ ഇങ്ങോട്ട് വരത്തില്ല. പിന്നെ എന്നോട് വന്ന് പാസ്പോർട്ട് വാങ്ങിച്ചോളാന്ന് പറഞ്ഞു. അവൻ വരികയോ വരാതിരിക്കുകയോ എന്ത് വേണേ ചെയ്യട്ടെ. നീ അവിടെ നിൽക്കേ, ഞാനത് എടുത്ത് തരാം. ആ. വരുമ്പോ നീ ഞാൻ കൊടുത്തേനെ കേട്ടോ. അതിവിടെ കാണുന്നില്ലല്ലോ മോനെ. എന്തു പറ്റി അമ്മ? ഞാൻ തന്നെ ഇതിന്റെ മുകളിൽ ആ പാസ്പോർട്ട് വെച്ചിരുന്നേ, ഇപ്പൊ അതവിടെ കാണുന്നില്ല. അമ്മ ടെൻഷൻ അടിക്കണ്ട, നമുക്ക് നാളെ ആയിരുന്നാലും നോക്കിയെടുക്കാമല്ലോ. എന്റെ പൊന്നു മോനെ, തുറന്നാ കാണുന്ന പോലെ ഞാൻ ദേ ഈ മോളിൽ തന്നെ അത് വെച്ചിരുന്നത്. അതെവിടെ പോരാ? അത് എവിടെ പോവാ അമ്മ, അതിന്റെ അകത്ത് തന്നെ കാണും. അമ്മ ടെൻഷൻ അടിക്കാതെ. ഞാൻ മോളെ എടുത്തോണ്ട് പോണോ? വേണ്ട, അവളവിടെ കിടക്കട്ടെ. ശരി അമ്മ. പോയി കിടന്നോ. ഹലോ ഹലോ, നിങ്ങൾ ചിരിക്കാതെ കാര്യം പറ. നിങ്ങളുടെ പാസ്പോർട്ട് എന്റെ കൈവശമുണ്ട്. അതെങ്ങനെ എന്റെ പാസ്പോർട്ട് തന്റെ വന്നു? ഇയാൾ ആരാ? ഞാൻ ആരാ എന്താ എന്നൊന്നും നീ അറിയണ്ട. നിനക്ക് പാസ്പോർട്ട് വേണമെങ്കിൽ ഞാൻ പറയുന്ന സ്ഥലത്ത് നീ വരണം. വന്നില്ല എന്നുണ്ടെങ്കിൽ ഇയാളുടെ പാസ്പോർട്ട് ഞാൻ കത്തിക്കും. ഇയാളുടെ ആവശ്യം എന്തുവാ? അതെന്താണെന്നുള്ളത് നാളെ വിളിക്കുമ്പോൾ പറയാം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.